I've been thinking about myself today, thinking how I changed, how I really don't care if you are here or if you don't stay. Now ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു റെസിൻ ആർട്ടിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ റെസിൻ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ഒരുപാട് ഡൗട്ട് ഉണ്ടായിരിക്കും. റെസിൻ ഐറ്റംസൊക്കെ എവിടെ നിന്നാണ് വാങ്ങുന്നത്, ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുമോ, പിന്നെ പ്രൈസൊക്കെ എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാട്ടോ. അപ്പോൾ ആദ്യം തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന റെസിൻ ഐറ്റംസൊക്കെ കൂടുതൽ ഓൺലൈനായിട്ട് തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. തുളസി റെസിൻ സ്റ്റോർ എന്ന് പറയുന്ന ഒരു സ്റ്റോറിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ചില ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ ഈ റെസിൻ്റെ ഐറ്റംസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ നിന്നാണെങ്കിലും നമുക്ക് വാങ്ങാം. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ എപ്പോക്സി റെസിനാണ്. എപ്പോക്സി റെസിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ബോട്ടിലായിട്ടാണ് കിട്ടുന്നത്. വലിയ ബോട്ടിൽ റെസിനും ചെറിയ ബോട്ടിൽ ഹാർഡനറുമായിട്ടാണ് വരുന്നത്. അപ്പം ഇത് ഞാൻ തുളസി റെസിൻ സ്റ്റോറിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. അപ്പം റെസിൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതാണ് മാസ്ക്. ഇതുപോലുള്ള മാസ്ക് ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ സർജിക്കൽ മാസ്ക് ആണെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ മാസ്ക് നമ്മൾ യൂസ് ചെയ്യണം, അതുപോലെ തന്നെ ഗ്ലൗസും ഉപയോഗിക്കണം. അപ്പോൾ റെസിൻ ആദ്യമായിട്ടൊക്കെ യൂസ് ചെയ്യുന്നവർ ഇത് രണ്ടും ഉറപ്പായിട്ട് യൂസ് ചെയ്യണം, കാരണം നമ്മുടെ ഹെൽത്തിനെ ഏത് രീതിയിലാണ് ബാധിക്കുന്നത് നമുക്കറിയില്ല. അപ്പം ഇത് രണ്ടും നമ്മൾ എന്തായാലും ഉപയോഗിക്കണം. അപ്പോൾ ഇത് രണ്ടും ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ നമുക്ക് റെസിന് അളക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു വേവ് മെഷീൻ വേണം. അപ്പോൾ പിന്നെ നമുക്ക് റെസിൻ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പേപ്പർ കപ്പ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കപ്പാണെങ്കിലും മതി. പിന്നെ ഇതുപോലുള്ളൊരു ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് നമുക്കിങ്ങനെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. അപ്പം ഈ നമുക്ക് വേവ് മെഷീൻ ഇല്ലെങ്കിൽ ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂണാണെങ്കിലും മതി. അതിൽ നമുക്ക് അളന്നിട്ട് ഇതുപോലുള്ളൊരു കപ്പിൽ ഒഴിച്ചിട്ട് ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് കൊണ്ടിട്ട് മിക്സ് ചെയ്താൽ മതി. പിന്നെ ഞാൻ ഈ 2 മോൾഡിലാണ് ഇന്നത്തെ വർക്ക് ചെയ്യുന്നത്. അപ്പം മോൾഡെല്ലാം നമ്മൾ ഓൺലൈനായിട്ട് തന്നെ വാങ്ങുന്നതാണ്. ഇതിൽ കീ ചെയിൻസ് ഉണ്ടാക്കാനും ആ സർക്കിൾ ഷേപ്പുള്ളത് കാർ ഹാങ്ങിങ് ഉണ്ടാക്കാനും. അപ്പോൾ ഇന്നത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 2 കൈയിലും ഗ്ലൗസ് ഇടുക, പിന്നെ നമ്മൾ മാസ്ക് ധരിക്കുക. അപ്പം ഇതാണ് റെസിന് ഞാൻ ഇത് രണ്ടും തുളസി റെസിൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പം ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതൊക്കെ ഇതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്. വലിയ ബോട്ടിലാണ് റെസിൻ വരുന്നത്, ചെറിയ ബോട്ടിലാണ് ഹാർഡനർ. അപ്പോൾ ഇത് 300 ഗ്രാമാണ്. 200 ഗ്രാം റെസിനും 100 ഗ്രാം ഹാർഡനർ. അപ്പം ബിഗിനേഴ്സൊക്കെ നമ്മൾ ആദ്യമായിട്ട് റെസിൻ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരല്ല ചെറിയ ഇതുപോലുള്ള ബോട്ടിൽ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരുപാട് വലിയ ബോട്ടിലൊന്നും വാങ്ങണ്ട. ഇത് 300 ഗ്രാമാണ്. വലിയ ബോട്ടിൽ 200, ചെറുത് 100. അപ്പോൾ നമുക്ക് റെസിൻ്റെ ബോട്ടിൽ പൊട്ടിക്കാം. അപ്പം ഇതിനകത്ത് ഒരു അടപ്പും കൂടെ കാണും, അത് പൊട്ടിക്കാൻ കുറച്ച് പാടാണ്. അപ്പം പിന്നെ നമുക്കിനി ഹാർഡനർ പൊട്ടിക്കാം. ഹാർഡനർ ഇതുപോലുള്ള അകത്ത് ഒരു അടപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഹാർഡനറിൻ്റെ ബോട്ടിൽ ഇങ്ങനെ കുത്തി പൊട്ടിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് മണ്ണൊക്കെ കിടപ്പുണ്ട് ഈ ഹാർഡനറിനകത്ത്. അപ്പോൾ എൻ്റെ സംഭവം ഒന്നും എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാനിന്ന് വേവ് മെഷീനിലൊന്നുമല്ല മെഷർ ചെയ്യുന്നത്. ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കപ്പ് എടുത്തിട്ടാണ് മെഷർ ചെയ്യുന്നത്. അപ്പം നമുക്ക് സ്പൂണോ ഇതുപോലത്തെ കപ്പൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പം ആദ്യം തന്നെ ഹാർഡനർ ഒരു അടപ്പ് നിറയെ, ആ പ്ലാസ്റ്റിക് അടപ്പ് നിറയെ ഹാർഡനർ എടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇരട്ടിയായിട്ടുള്ള നമ്മൾ 2 കപ്പ് റെസിൻ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ പേപ്പർ കപ്പിനകത്തോട്ട് ഒഴിച്ചിട്ട് സ്ലോ ആയിട്ട് മിക്സ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് റെസിന് മിക്സ് ചെയ്യുമ്പം വളരെ സ്ലോ ആയിട്ടേ മിക്സ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. നമ്മൾ ഭയങ്കര സ്പീഡിൽ മിക്സ് ചെയ്താലാണ് ഇത് ബബിൾ ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ സ്ലോ ആയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഈ സ്റ്റിക്ക് ഇടയ്ക്ക് ഇങ്ങനെ പൊക്കിയൊന്നും നോക്കല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുക. നമ്മൾ ഇളക്കിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് വേണ്ട, കുറച്ച് നേരം നമ്മൾ ഇതിനെ മാറ്റി വെക്കണം. അപ്പോൾ അതിനകത്തുള്ള ബബിൾസൊക്കെ കുറച്ചൊക്കെ തന്നെ റിമൂവ് ആയിക്കോളും. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ മോൾഡെന്ന് പറഞ്ഞാൽ നമ്മൾ റെസിന് ഒഴിക്കാൻ പോകുന്ന ഈ മോൾഡൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള സെലോ ടേപ്പ് വെച്ചിട്ട് അതിൻ്റെ ഉള്ള ചെറിയ മണ്ണും പൊടികളൊക്കെ കാണും, അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക.
ഓക്കെ. അപ്പോൾ ഞാൻ ഈ മോൾഡ് വാഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കഴുകുന്നതിനൊന്നും കുഴപ്പമില്ല, അതിൽ വെള്ളം മുഴുവൻ റിമൂവ് ചെയ്താൽ മതി. ഓക്കെ. നമ്മൾ മിക്സ് ചെയ്ത് വെച്ച റെസിനെ ഞാൻ വേറൊരു പാത്രത്തിലോട്ടും കൂടെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, നമുക്ക് കളറൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ കാർ ഹാങ്ങിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ളൊരു വൈറ്റ് പേൾ പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് ഞാൻ നമ്മൾ സെറ്റാക്കി വെച്ച ആ റെസിനകത്തോട്ട് കുറച്ച് പൗഡർ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ റെസിനകത്ത് ഉപയോഗിക്കുന്ന ഇതുപോലുള്ള പിഗ്മെൻറ്റ്സ്, പൗഡേഴ്സ് ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് റെസിൻ്റെ ഐറ്റംസ് ആയിട്ട് തന്നെ വാങ്ങുന്നതാണ്. അതായത് നമുക്ക് സാധാ ആക്രിലിക് കളറൊന്നും ഇതിൽ ഉപയോഗിക്കാൻ പറ്റില്ല, കളർ ഫെയ്ഡായി പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ബബിൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള സ്പ്രേ കിട്ടും, ബബിൾ റിമൂവർ സ്പ്രേ. അപ്പോൾ അത് സ്പ്രേ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മോൾഡിലോട്ട് ഈ റെസിൻ മുഴുവൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിനടിയിലൊരു കാർഡ്ബോർഡിൻ്റെ ഷീറ്റ് വെച്ചിട്ടുണ്ട്. അത് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ റെസിൻ വർക്ക് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും നല്ല നിരപ്പായിട്ടുള്ള പ്ലേസിലിരുന്ന് ചെയ്യണം, അല്ലെങ്കിൽ അത് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ നിൽക്കും, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ കീ ചെയിൻ ചെയ്യാൻ പോവാണ്. കീ ചെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ പ്രിൻറ്റും ഫോട്ടോയും എല്ലാം യൂസ് ചെയ്തിട്ടൊക്കെ കീ ചെയിനൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കീ ചെയിനകത്ത് 3 എണ്ണത്തിൽ ഞാൻ റെസിൻ ഒഴിക്കുന്നുണ്ട്. ഒരെണ്ണത്തിൽ ഞാൻ കളറ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ മൂന്ന് സൈസ് ഷേപ്പിലോട്ടും കുറച്ച് റെസിന് ആദ്യം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ റെസിൻ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബബിൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ മുമ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ വെച്ച് കൊടുത്തിട്ട് നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അതിലോട്ടൊന്ന് താത്ത് കൊടുക്കണം. അപ്പം അത് ആ റെസിനിലൊന്ന് മുങ്ങിക്കോളും. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ അടുത്തത് കുറച്ച് കളറ് ചേർക്കുമെന്ന് പറഞ്ഞു. ഇതാണ് കളർ എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ എപ്പോക്ക് ആർട്ടിൻ്റെ ഒരു ബ്ലഷ് പിങ്ക് എന്ന് പറഞ്ഞൊരു കളറാണ്. അപ്പോൾ അതിന് കുറച്ചെടുത്തിട്ട് നമ്മൾ ആ റെസിനകത്തോട്ട് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കളറൊക്കെ ചേർക്കുമ്പോൾ നമുക്കങ്ങനെ ബബിള് അങ്ങനെ വരില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ കീ ചെയിൻസൊക്കെ സെറ്റായിട്ടുണ്ട്. ഓക്കെ, ഇത് ഞാൻ പിറ്റേ ദിവസം എടുത്ത വീഡിയോ കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ യൂസ് ചെയ്ത അതേ കപ്പ് തന്നെയാണ്. നമുക്കങ്ങനെ കപ്പൊക്കെ ക്ലീൻ ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം യൂസ് ചെയ്യാം. നമ്മൾ ക്ലീൻ ചെയ്തില്ലെങ്കിലും അത് പിറ്റേ ദിവസം ഡ്രൈ ആകും. അപ്പോൾ നമുക്ക് ആ കപ്പ് വീണ്ടും ഉപയോഗിക്കാം കേട്ടോ, അതിനൊന്നും കുഴപ്പമില്ല. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് ഈ സ്പൂണിലാണ് മെഷർ ചെയ്യുന്നത്. സ്പൂണിൽ ഒരു സ്പൂൺ ഹാർഡനർ എടുത്തിട്ടുണ്ട്. അപ്പം 2 സ്പൂണ് റെസിൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതായത് നമ്മൾ നല്ലപോലെ സ്ലോ ആയിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ കീ ചെയിൻസൊക്കെ ഇത് നല്ല സെറ്റായിട്ടുണ്ട്, ഒരു ദിവസം ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലെയർ നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളിനി ഇതുപോലെ ഇത് ഗോൾഡൻ സ്റ്റിക്കേഴ്സാണ്. അപ്പം നമുക്ക് ഇതുപോലെ കാർ ഹാങ്ങിങ്ങിനും ഇതുപോലെ കീ ചെയിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിക്കേഴ്സാണ്. പിന്നെ ഗോൾഡൻ സ്റ്റോണ്, ഇതെല്ലാം ഞാൻ ഓൺലൈനായിട്ട് തുളസി റെസിൻ സ്റ്റോറിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. അപ്പോൾ നമുക്ക് കാർ ഹാങ്ങിങ്ങിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് ആ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലും താഴെയായിട്ട് കുറച്ച് ഗോൾഡൻ സ്റ്റോൺസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ 2 സൈഡിലും കുറച്ച് ഗോൾഡൻ സ്റ്റോൺസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം റെസിന് ഉപയോഗിക്കുന്ന ഐറ്റംസ് തന്നെ കേട്ടോ, അല്ലാണ്ട് ഉള്ള ഐറ്റംസ് അല്ല. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലോട്ട് ഒരു ലെയർ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മുകളിൽ ഒഴിക്കാൻ പോയപ്പോഴാണ് നമ്മൾ ഈ സ്റ്റിക്കറിൻ്റെ മുകളിലൂടെ ഒരു കവറിങ് ഉണ്ട്, ആ കവറിങ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കണേ. അത് ഞാൻ കുറച്ച് റെസിൻ ഒഴിച്ചപ്പോഴാണ് ഓർത്തത്. ഓക്കെ, അപ്പോൾ അത് റിമൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ മുകളിലൂടെ റെസിൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് സെക്കൻഡ് ലെയറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റെസിന് ഒരു ലെയർ സെറ്റാണെങ്കിൽ 24 മണിക്കൂർ എടുക്കണം. അപ്പോൾ നമ്മൾ എത്ര ലെയർ ഉണ്ടാക്കുന്നോ അപ്പോൾ അത്രയും ദിവസം പോവും. അപ്പോൾ ഇത് നമ്മൾ ഒരു ദിവസം ഫസ്റ്റ് ലെയർ സെറ്റായിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് പിറ്റേ ദിവസത്തെ വീഡിയോ കേട്ടോ ഇത്. ഇതുപോലെ തന്നെ നമ്മുടെ കീ ചെയിന് എല്ലാം ഫസ്റ്റ് ലെയർ സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇതിപ്പോൾ വേണമെങ്കിൽ ഡിമോൾഡ് ചെയ്തെടുക്കാം, പക്ഷെ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ലെയറും കൂടെ കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ആ കളർ ചെയ്ത് വെച്ചതിനകത്ത് ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് ഇങ്ങനെ ആൽഫബറ്റിൽ കൊണ്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ റെസിൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കി 3 കീ ചെയിനും ഞാനൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു ലെയറും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇത് സെറ്റാണെങ്കിൽ ഒരു ദിവസം വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര ലെയർ സെറ്റാക്കണമെങ്കിൽ അത്രയും ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഇതിൻ്റെ മുകളിൽ നമ്മൾ എന്തെങ്കിലും ഒരു അടപ്പൊക്കെ വെച്ചിട്ട് അടച്ച് വേണം സെറ്റാക്കാൻ വെക്കണം, അല്ലെങ്കിൽ പൊടിയൊക്കെ വീഴും. പൊടിയൊക്കെ വീണാൽ അത് പിന്നെ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും നമുക്കത് ഇളക്കാൻ പറ്റത്തില്ല, അതിൽ സെറ്റായിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ 3ാമത്തെ ദിവസം എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അതേ നമ്മുടെ എല്ലാ കീ ചെയിനും കാർ ഹാങ്ങും ഒക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഡിമോൾഡ് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലപോലെ ഫിനിഷിങ് ആയിട്ടുണ്ട്, എല്ലാം നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിനെ ഹാങ്ങിങ്ങും ഒക്കെ സെറ്റാക്കുക, കീ ചെയിനൊക്കെ സെറ്റാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഡ്രില്ലിങ് മെഷീനുണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ ഇതിൽ ഹോൾ ഇടുന്നത്, എന്നിട്ടാണ് നമ്മൾ ഹാങ്ങിങ്ങൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഡ്രില്ലിങ് മെഷീന് ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. ഈ ഡ്രില്ലിങ് മെഷീൻ ഏകദേശം 500 രൂപ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. നമുക്ക് ഇതുപോലത്തെ കുറേ നീഡിൽസ്, ഓരോ സൈസ് വ്യത്യാസത്തിലുള്ള നീഡിൽസ് കിട്ടും. അപ്പോൾ നമുക്ക് നീഡിൽസ് എന്നാണ് തോന്നുന്നു കേട്ടോ പറയുന്നത്. അത് ഈ മെഷീനകത്തിട്ടിട്ട് നമുക്ക് ഓരോ അളവിനനുസരിച്ച് ഇങ്ങനെ ഡ്രിൽ ചെയ്തെടുക്കാവേ. അപ്പം ആദ്യം തന്നെ ഞാൻ കാർ ഹാങ്ങിൻ്റെ നടുക്ക് ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ മെഷീനെ ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതിയേ, അപ്പം നമുക്ക് ഹോൾ വീഴും. അപ്പം നമ്മളിങ്ങനെ ഹോൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് പൊടിയൊക്കെ വരും, അതായത് റെസിൻ തന്നെയാണത്. അത് നമുക്ക് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. അപ്പം ഇത് സത്യം പറഞ്ഞാൽ ഡ്രില്ല് ചെയ്യുമ്പോഴും നമ്മൾ ഗ്ലൗസ് മാസ്കൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഇതുപോലുള്ള ഐപിൻസ് ഉണ്ട്. ഐപിൻസ് നമ്മൾ ആ ഹോളിനകത്തോട്ട് 2 സൈഡിലും ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് 2-3 തവണ കറക്കി കൊടുത്താൽ മതി. അപ്പോൾ അതവിടെ സെറ്റ് ആയിക്കോളും. പിന്നെ ഞാൻ നമ്മുടെ റെസിൻ്റെ ഈ കാർ ഹാങ്ങിങ്ങിന് അതിന് നമുക്ക് ഇതുപോലൊരു ചെയിന് കിട്ടും കേട്ടോ. അത് ഞാൻ തുളസി റെസിൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ നമ്മൾ ചെയിൻ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ കണക്റ്റേഴ്സ് ഉണ്ട്. ഇത് ഗോൾഡ് കളർ കണക്ടറാണ്. അപ്പോൾ ആ കണക്ടർ നമ്മൾ ആ ചെയിനകത്തോട്ട് കണക്ട് ചെയ്തിട്ട് ഐപിന്നിലോട്ട് കണക്ട് ചെയ്യുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മുകളിലെ ഭാഗം റെഡി ആയിട്ടുണ്ട്. താഴെ ഞാൻ നമ്മുടെ ഐപിന്നകത്തോട്ട് ഒരു ത്രെഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാർ ഹാങ്ങിങ് റെഡി ആയിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ സൈഡ് ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഗോൾഡൻ കളർ ഡെക്കോർ മാർക്കറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സൈഡ് സെറ്റാക്കാവേ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കീ ചെയിൻസ് സെറ്റാക്കാം. അപ്പോൾ കീ ചെയിൻ സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ തന്നെ ഡ്രില്ല് ചെയ്തിട്ട് നമ്മൾ ഐപിന്ന് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ചില ഈ റെസിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോൾഡുകളിൽ ഹോളുള്ള മോൾഡ് വരും. അപ്പം നമുക്കിതുപോലെ ഡ്രില്ല് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെയാണ് ഇതുപോലെ ഡ്രില്ലിങ് മെഷീൻ ഒന്നും വാങ്ങേണ്ട. ഹോളുള്ള മോൾഡ് വാങ്ങിച്ചിട്ട് നമുക്ക് റെസിന് ഒഴിച്ച് സെറ്റാക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിത് സെൻറ്ററിൽ ഡ്രില്ല് ചെയ്തപ്പോൾ ഐപിന്നിട്ടപ്പോൾ അതവിടെ സ്റ്റക്കായി പോയി, ഒടിഞ്ഞു പോയി. അപ്പോൾ പിന്നെ അതിനകത്തോട്ട് പിന്നെ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിൻ്റെ സൈഡിൽ ഇതുപോലെ ഹോളിട്ടിട്ട് ഐപിന്നിട്ടിട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കീ ചെയിന് കണക്ട് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ കീ ചെയിൻ്റെ പരിപാടി. ഓക്കെ, അപ്പം ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള കീ ചെയിൻസും സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെയും കീ ചെയിൻസിൻ്റെ സൈഡ് നമുക്ക് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഡെക്കോർ മാർക്കർ ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ ഗോൾഡനും ഉണ്ട്, സിൽവറുണ്ട്. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ സൈഡിൽ നിന്ന് നല്ലപോലെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ കീ ചെയിൻസിനും ചെയ്യുന്നില്ല. അപ്പം നല്ല ഒരു ഫിനിഷിങ് കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ കീ ചെയിൻസും കാർ ഹാങ്ങിങ്ങൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.